കരുണയുടെ പ്രവാചകനായ മഹാ ഇടയൻ കരുണയുടെ ഈ ആഴ്ചയിൽ തന്നെ സ്വർഗത്തിലേക്ക് യാത്രയായി. ഡിസംബർ 8, 2015 സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് കരുണയുടെ വർഷം, കരുണയുടെ വാതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നത്. എപ്പോഴും അദ്ദേഹം കരുണയുടെ പ്രവാചകനായിരുന്നു. കരുണയോടെ ഈ ലോകത്തിലുള്ള എല്ലാവരെയും അദ്ദേഹം നോക്കിക്കണ്ടു. അദ്ദേഹം എല്ലാവരെയും സഹോദരങ്ങളെന്നാണ് വിളിച്ചിരുന്നത്. നിസ്സംശയം പറയാം, 3-ാം ക്രിസ്തു. ഒന്നാമത്തേത് ഈശോ തന്നെയാണ്, 2 ഫ്രാൻസിസ് അസീസിയാണ്, 3 നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 3-ാം ക്രിസ്തു എന്ന് അദ്ദേഹത്തെ വിളിക്കത്തക്ക വിധം കരുണയുടെ ഒരു പ്രവാചകനായി അദ്ദേഹം മാറി. അതുകൊണ്ട് തന്നെ കരുണയുടെ ആഴ്ചയിൽ നമുക്കറിയാം, കരുണയുടെ നവനാൾ ആരംഭിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. തിരുനാൾ ഈ വരുന്ന പുതുഞായറാണ്, വരുന്ന ഞായറാഴ്ചയാണ്. മാർപ്പാപ്പമാർ കാലം ചെയ്തു കഴിഞ്ഞാൽ 4 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ അവരുടെ മൃതസംസ്കാര ചടങ്ങുകളും നടത്തിയിരിക്കണം. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം, ഈ വരുന്ന കരുണയുടെ തിരുനാളിന് മുമ്പ് അല്ലെങ്കിൽ ആ ദിവസം തന്നെ പരിശുദ്ധ